മാല പാർവതി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി മാല പാർവതി, ഇപ്പോൾ ഹണി റോസിന്റെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ തുടർന്നു പോകുന്നതിനെതിരെ ഇവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ്. വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ഇത് ഒരുപാട് പേർക്ക് വലിയ ഒരു ധൈര്യം പകരുന്ന ഒരു പ്രവൃത്തിയാണ് ഹണി റോസ് ചെയ്തത്. കാരണം ഒരു വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള ഒരു വസ്ത്രം അവർ സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ എല്ലാവരും ബുള്ളി ചെയ്യാൻ, അവരെ എന്ത് വേണമെങ്കിലും പറയാൻ, അത് മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നിടത്താണ് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഹണി അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഒരു പുതിയൊരു സംസ്കാരത്തിന്, കേരളത്തിലെ തന്നെ സോഷ്യൽ മീഡിയയുടെ മറ്റൊരു സംസ്കാരത്തിന് വഴിവെക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. മാത്രമല്ല, ഈ പോസ്റ്റിന് താഴെയും ഇത്തരത്തിൽ അവരെ അധിക്ഷേപിക്കുന്ന മറ്റുള്ളവരുടെ കമന്റുകൾ കൂടിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, പണത്തിന്റെ പേരിലും സ്വാധീനത്തിന്റെ പേരിലും പോപ്പുലാരിറ്റിയുടെ പേരിലും ഒക്കെ വളരെയധികം മേലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വേദിയിൽ നിന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്താമെന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുവിനെ പോലുള്ള പരിഗണന കൊടുക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക്, മുഖമില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ. ആ സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. ഒരു സ്ത്രീ ഒരു വേഷമിടാൻ തിരഞ്ഞെടുക്കുന്നതിന്റെ പേരിൽ, അത് അവരെന്തോ ആയിക്കോട്ടെ, അവരുടെ തിരഞ്ഞെടുപ്പ്, അവരൊരു നടിയാണ്, അവർക്ക് അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് അവർ നടത്തിയതിന്റെ പേരിൽ അവരെ പരസ്യമായി അവഹേളിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആരും ചോദ്യം ചെയ്യാതെ ഇത്രയും കാലം മുന്നോട്ട് പോവുമായിരുന്നു. അത് ഹണി തന്നെ അതിന് ഒരു ചോദ്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഹണിയുടെ പിന്നിൽ അണിനിരക്കാനും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം ഇപ്പൊ മാധ്യമങ്ങൾ നൽകുന്ന ഈ ശ്രദ്ധ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഹണി പരാതി കൊടുത്തതിന് ശേഷം തന്നെ ഹണിയുടെ കമന്റ് ബോക്സിലെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ, അയ്യോ കമന്റ് പോലും ഇടാൻ പാടില്ല, കമന്റ് ഇട്ട പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് താഴെ വരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഇവിടെ ഉണ്ടാകും, അതിനൊരു നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇത് പകുതി കുറയും എന്നുള്ളതാണ് അതിന് മനസ്സിലാകുന്നത്. തീർച്ചയായും ശ്രീമതി മാലപാർവതി, ആ പേടി വേണം. കമന്റ് ഇട്ടാൽ നിങ്ങളെ പൂട്ടും എന്നത് തന്നെയാണ്. അത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ആർക്കും ഒരു അവകാശവുമില്ല. അതെ തീർച്ചയായിട്ടും. ഞാൻ കൊടുത്തിരിക്കുക. കഴിഞ്ഞ ദിവസം പോയി മജിസ്ട്രേറ്റിന്റെ അടുത്ത് മൊഴിയൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നോളൂ. അത് പിന്നെ ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ താഴെ ഉണ്ട് നടികളുടെ കടികളും അബദ്ധങ്ങളും എന്ന് പറഞ്ഞ ഒരു വീഡിയോ. അതിനകത്ത് മുഴുവൻ എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ വിചിത്രമായി പറയുന്നുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരു ടൈഗർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ കമന്റ് ഭയങ്കര അസഹനീയമായ, വളരെ അശ്ലീല ധരിപ്പിക്കുന്നതായിരുന്നു. ഞാൻ കേസ് കൊടുത്തു, സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു, മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി മൊഴിയും കൊടുത്തു. ശരി, വളരെയധികം ശ്രീമതി മാല പാർവതി പ്രതികരിച്ചു.